അങ്ങനെ നവീൻ അനിയോട് തൻ്റെ പ്രണയം നന്ദുവിനെ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴായി വിളിക്കുകയും കാണുകയും ചെയ്യുകയാണ്. എന്നാൽ നന്ദുവിനോട് ഇതൊന്നും പറയാനാകാതെ അനി ആകെ വിങ്ങുന്നുണ്ട്. അങ്ങനെ നവീൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. തൻ്റെ പ്രണയം പറയാൻ എന്തിന് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്, തനിക്ക് തന്നെ ഇക്കാര്യം അവളോട് ചോദിച്ചൂടെ. അങ്ങനെ നവീൻ അക്കാര്യം പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ നവീൻ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനോട് പാർക്കിൽ വെച്ച് കാണാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് നവീൻ. എന്തിനാണ് വരാൻ പറഞ്ഞതെന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ടല്ലോ, അവളെക്കുറിച്ച് പറയാനാണ്. നീ ഒരുപാട് കാലമായില്ലേ അവളെക്കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ നന്ദു വരാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ നവീൻ തൻ്റെ പ്രണയം എങ്ങനെ നന്ദുവിനെ അറിയിക്കുമെന്ന് കരുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നവീൻ ചേട്ടൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണ് എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അനിയെ ഞാൻ വിളിച്ചതാണ്, പക്ഷെ അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവൻ എന്തൊക്കെയോ ടെൻഷനുണ്ട് എന്ന് നന്ദു പറയുകയാണ്. ആദർശേട്ടൻ ചെയ്യില്ലായിരുന്നല്ലോ, അതിൻ്റെ ടെൻഷനായിരിക്കും എന്ന് നെവിൻ പറയുന്നുണ്ട്. എനിക്ക് ആ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രണയമല്ല, കോളേജിൽ പഠിക്കുമ്പോഴേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പിന്നെ അവൾ അവളുടേതായ തിരക്കിലായി. എന്നാൽ പിന്നെയും അവളെ കണ്ടപ്പോൾ എനിക്ക് ആ പഴയ ഇഷ്ടം മനസ്സിൽ വന്നു തുടങ്ങി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമാകുമെന്ന് തോന്നുന്നില്ല. ജോലിയുള്ള തൻ്റെടിയായ പെൺകുട്ടിയാണ് അവൾ. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പെൺകുട്ടികളെയാണ് അമ്മയ്ക്ക് ഇഷ്ടം എന്ന് നെവിൻ പറയുമ്പോൾ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്ന് നന്ദു പറയുമ്പോൾ, പക്ഷേ എനിക്ക് ആ പെൺകുട്ടിയല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് നെവിൻ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്, അവളോട് ഇഷ്ടം പറഞ്ഞേക്ക് എന്ന് നന്ദു പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അവളോട് ഇഷ്ടം പറയട്ടെ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവളോട് ഇഷ്ടം പറയണം എന്ന് പറയുകയാണ് നന്ദു. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി നീയാണ്. ഇക്കാര്യം ഞാൻ അനിയോട് പറഞ്ഞതാണ്. നിന്നോട് ഇക്കാര്യം പറയാൻ വേണ്ടി ഞാൻ അനിയെ ഏൽപ്പിച്ചിരുന്നു. അവൻ നിന്നോട് പറയാമെന്നേറ്റു. പക്ഷെ ഇതുവരെ അക്കാര്യം അവൻ നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ട നന്ദു ആണെങ്കിൽ ആകെ നടുങ്ങി നിൽക്കുകയാണ്. നന്ദു ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് നന്ദുവിനെ വലിയ ഇഷ്ടമാണ്. ആരെതിർത്താലും നന്ദുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. നന്ദു ഇപ്പോൾ മറുപടി പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് നെവിൻ. അങ്ങനെ ആകെ തകർന്ന അവസ്ഥയിൽ നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നന്ദു അനിയെ കാണാൻ വേണ്ടി നേരെ മൂർത്തി ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. നന്ദുവിന് എന്താ പറ്റിയത്, മുഖമെല്ലാം വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അനി. നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അനിയെ കൂട്ടി പോകുന്നുണ്ട് നന്ദു. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, നെവിൻ എന്നെ ഇഷ്ടമുള്ള കാര്യം നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ടൊരു സൂചന പോലും നീ തന്നില്ലല്ലോ. നെവിൻ്റെ ഇഷ്ടം ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അന്ന് ഇന്ന് സ്നേഹിക്കുന്നത് നിന്നെ മാത്രമാണ്. എന്നിട്ട് നീ എന്താ ഇക്കാര്യം എന്നോട് പറയാതിരുന്നത്. നെവിൻ ഇക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചാൽ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കും. കാരണം നെവിനെ അത്രമാത്രം ഇഷ്ടമാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ ആകെ വിഷമത്തോടു കൂടി അനിയും നന്ദു അവിടെ നിൽക്കുന്ന സമയത്ത് നന്ദു അനി അവിടെ നിൽക്കുന്നത് നെവിൻ കാണുകയാണ്. നന്ദു കരഞ്ഞുകൊണ്ട് അനിയെ ചാരി ഇരിക്കുന്നുണ്ട്. അങ്ങനെ കമിതാക്കളെ പോലെ ഇരിക്കുന്ന അനിയും നന്ദുവിനെയും കണ്ട് നെവിൻ സംശയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നെവിൻ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ നെവിൻ നന്ദുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്. നിനക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടില്ല. തനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുകയാണ് നെവിൻ. അങ്ങനെ പറഞ്ഞെങ്കിലും നെവിന് ആകെ വിഷമമാണ്. അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതിൽ നെവിന് വല്ലാത്ത വിഷമമാവുകയാണ്. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന നെവിനെ കണ്ടിട്ട് നെവിൻ്റെ മുത്തശ്ശന് വല്ലാതെ ആവുകയാണ്. അങ്ങനെ നെവിൻ്റെ മുത്തശ്ശൻ നെവിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, നെവിൻ മോൻ ഇഷ്ടമുള്ള പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചോട്ടെ, അവൻ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്, നീ കാണുന്നില്ലേ എന്നൊക്കെ പറയുകയാണ്. ആ സമയം നെവിൻ്റെ അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാതെ പോവുകയാണ്. അതേസമയം അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നവ്യാണെങ്കിൽ ആകെ വല്ലാത്ത അവസ്ഥയിലാണ്. അങ്ങനെ അബി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുകയാണ്. അങ്ങനെ അബി മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മാനസികമായി തകർന്ന അവസ്ഥയിലാവുകയാണ് നവ്യ. അങ്ങനെ നവ്യ തൻ്റെ വിഷമങ്ങളെല്ലാം നെവിനായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നെവിൻ നവ്യയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നവ്യയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ നെവിൻ നോക്കാമെന്ന് പറഞ്ഞെങ്കിലും ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ അനന്തപുരിയിലെ കുഞ്ഞാണ്, അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ നെവിൻ നവ്യയെ വിവാഹം കഴിക്കുകയാണ്. അതേസമയം നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹവും നടക്കുന്നുണ്ട്. അതേസമയം ജലജയാണെങ്കിൽ ആകെ വല്ലാത്ത അവസ്ഥയിലാണ്. തൻ്റെ മകനില്ലാതെ എന്തിനിവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തപുരിയിൽ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്.